നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹരിപ്പാട് സ്വദേശിനി സാവരിയ ബസന്ത് എന്ന 21-കാരി ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് സുഹൃത്തിന്റെ ക്രൂരമായ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം ഈ മാസം 3-ാം തീയതിയാണ് പുറലോകമറിഞ്ഞത്. ലവ് ജിഹാദിന്റെ ഇരയാണ് സാവരിയും എന്നായിരുന്നു ഉയർന്നു വന്ന പ്രധാന വിമർശനം. തൻ്റെയും കുടുംബത്തിൻ്റെയും സകല സ്വപ്നങ്ങളും നെഞ്ചിലേറ്റി മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയ പെൺകുട്ടി പഠനം പൂർത്തിയാക്കി മകൾ ഡോക്ടറായി മടങ്ങി വരുന്നതും കാത്തിരുന്ന മാതാപിതാക്കളുടെ മുന്നിലേക്ക് എത്തിയത് അവളുടെ ചേതനയേറ്റ ശരീരമാണ്. ഒരു അപകടമോ രോഗമോ അല്ല, മറിച്ച് എന്തിലും ഏതിലും മതം മാത്രം തിരയുന്ന അസഹിഷ്ണുതയുടെ ആൾരൂപമായ ഒരു നരാധമന്റെ ക്രൂര പീഡനമാണ് ആ ജീവൻ കവർന്നത്. സഹപാഠിയും മലപ്പുറം സ്വദേശിയുമായ ഒരു ചെറുപ്പക്കാരനാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ പ്രതി എന്നത് സംഭവത്തിന്റെ നടുക്കം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കൊല്ലപ്പെട്ട സാവരിയ ബസന്ത് 24 മണിക്കൂറിൽ നീണ്ട ക്രൂരമായ അതിക്രമങ്ങൾ നേരിട്ടതായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിഗമനം. മൂർച്ചയില്ലാത്ത ഉപകരണം കൊണ്ട് തലക്കേറ്റ മാരകമായ ക്ഷതമാണ് മരണത്തിനിടയാക്കിയതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. മർദ്ദനവും ചവിട്ടേറ്റതിനെ തുടർന്നുള്ള ചതവുകളും പാടുകളും സാവരിയയുടെ ദേഹമാസകലും ഉണ്ടായിരുന്നു. മാരകമായി ഉപദ്രവിച്ചത് മൂലമുള്ള പരിക്കുകളാണ് ഇവ. ഇതെല്ലാം കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഒരു ദിവസത്തിനിടെ ഉണ്ടായതാണ്. അതേസമയം മൂർച്ചയുള്ള ആയുധങ്ങളൊന്നും പ്രയോഗിച്ചിട്ടില്ല. സാവരിയെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമാകാം ഉപദ്രവിച്ചതെന്നാണ് കരുതുന്നതെന്നും ഹരിപ്പാട് SHO വി ഷിബു അറിയിച്ചു. കാരണം 24 മണിക്കൂർ ഇത്ര ക്രൂരമായ ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. മുറിയിൽ പൂട്ടിയിട്ടതിനാലാകാം രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി ലഭിക്കേണ്ടതുണ്ടെന്നും SHO അറിയിച്ചു. സാവരിയെ സഹപാഠി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇയാൾ ഉസ്ബെക്കിസ്ഥാനിൽ പോലീസ് കസ്റ്റഡിയിലാണ്. കൊലപാതകത്തിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ മന്ത്രി രമേശ് ചെന്നിത്തലയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ക്രൈംബ്രാഞ്ച് ADGP വെങ്കിടേഷിനാണ് അന്വേഷണ ചുമതല നൽകിയത്. അതേസമയം മൂർച്ചയില്ലാത്ത ഉപകരണം കൊണ്ട് തലക്കേറ്റ മാരകമായ ക്ഷതമെന്ന് മരണത്തിനിടയാക്കിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ള റിപ്പോർട്ടുകൾ കൂടി വരേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട് സുപ്രഭാതം വീട്ടിൽ ബസന്തിന്റെ മകൾ സാവരിയ ഉസ്ബെക്കിസ്ഥാനിലെ ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത്. സഹപാഠിയായിരുന്ന മലപ്പുറം പുലാമാന്തോൾ കട്ടുപ്പറ സ്വദേശി സദറുൽ അനം കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇയാൾ ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ജൂലൈ 4-നാണ് കൊലപാതകം നടന്നത്. ആദ്യ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്ത് എംബാം ചെയ്തതിനാൽ പോസ്റ്റ്മോർട്ടം ദുഷ്കരമായിരുന്നു. വിദഗ്ധ സംഘം മൃതദേഹത്തിന്റെ 150ഓളം ചിത്രങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം ഉസ്ബെക്കിസ്ഥാനിലെ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടില്ല. 3 മാസത്തിന് ശേഷമേ ഇത് ബന്ധുക്കൾക്ക് ലഭിക്കൂ. ഉസ്ബെക്കിസ്ഥാനിലെ നിയമം അനുശാസിക്കുന്നതും അങ്ങനെയാണ്. സദറുൽ അനം സവാരിയെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചിരുന്നതായും കുടുംബം ആരോപിച്ചിരുന്നു. ഈ കേസിൽ വിദേശത്ത് വെച്ച് നടന്ന ആക്രമണവും കൊലപാതകവുമാണെങ്കിൽ ഇന്ത്യയിൽ വെച്ച് വിചാരണ നടത്താൻ വ്യവസ്ഥയുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 208-ാം വകുപ്പ് പ്രകാരം വിദേശത്ത് വെച്ച് ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ നടന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ വിചാരണ നടത്താവുന്നതാണ്. ഈ നീക്കത്തിലേക്ക് കടക്കുമോ എന്ന് നിലവിൽ വ്യക്തമല്ല. ഉസ്ബെക്കിസ്ഥാനിലെ നിയമ നടപടികൾ നിരീക്ഷിച്ച ശേഷമായിരിക്കും ഇതിൽ നടപടി. കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ് നിലവിൽ. CBI പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പ്രതിയുടെ ബന്ധുക്കൾ സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെന്ന ആരോപണവും ഉയരുന്നത്. സമ്പന്നരും അധികാരമുള്ളവരുമായ പ്രതിയുടെ ബന്ധുക്കൾ കേസിനെ സ്വാധീനിക്കുമെന്നാണ് ആരോപണം. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മതിയെന്ന നിലപാടിലാണ് സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം. കേസിൽ ഇതുവരെ പ്രതിയുടെ ബന്ധുക്കളുടെ മൊഴിയെടുത്തിട്ടില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഈ സംഭവത്തിന്റെ ഗൗരവമോ ആ കുടുംബത്തിന്റെ കണ്ണീരോ സാവരിയ അനുഭവിച്ച സമാനതകളില്ലാത്ത യാതനകളോ കേരളത്തിലെ സ്വയം പ്രഖ്യാപിത പ്രബുദ്ധ മതേതരർക്ക് ഒരു പ്രശ്നമേയല്ല. മെഴുകുതിരി കത്തിക്കാനോ വായു മൂടിക്കെട്ടി പ്രതിഷേധിക്കാനോ ഒരു ആക്ടിവിസ്റ്റിനെയും വിപ്ലവ സിംഹങ്ങളെയും ഇപ്പോൾ കാണാനില്ല. മതേതരത്വത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന രാഷ്ട്രീയക്കാരുടെ കാര്യവും വ്യത്യസ്തമല്ല.
കാമുക വേഷം കെട്ടി അന്യമതസ്ഥരായ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽ വീഴ്ത്തി മതം മാറ്റിയെടുക്കുന്ന ഇത്തരം സംഘങ്ങൾ ഇപ്പോൾ വിദേശ ക്യാമ്പസുകളെ കൂടി തങ്ങളുടെ തട്ടകമാക്കി മാറ്റിയിരിക്കുന്നു. ഇത്തരം വിദേശ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്ന ഏജൻസികളെക്കുറിച്ചും വിശദമായ അന്വേഷണം അനിവാര്യമാണ്. സ്വന്തം ധർമ്മം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ മാത്രം ക്രൂരമായ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ പോലും ഇവർക്ക് ഭയമാണ്. സാവരിയുടെ വീട് സന്ദർശിച്ച ഏക പ്രമുഖ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന്റെ വരവിൽ സാവരിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും ഏറെ പ്രതീക്ഷയർപ്പിച്ചിരുന്നു. വിദേശത്ത് നടന്ന കുറ്റകൃത്യമായതിനാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തുവരൂ എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതിന് പകരമായി ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. സംസ്ഥാനാന്തര ബന്ധങ്ങളുള്ള കേസുകൾ പോലും ഫലപ്രദമായി അന്വേഷിക്കാൻ പരിമിതികളുള്ള കേരളം ക്രൈംബ്രാഞ്ചിന് വിദേശ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തം. കുറ്റവാളികളെ കൈമാറുന്നതിന് വിദേശകാര്യ വകുപ്പ് വഴിയുള്ള നയതന്ത്ര ഇടപെടലുകളും ഇന്റർപോളിന്റെ സഹായവും അനിവാര്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം നടത്താൻ അധികാരമുള്ള CBIക്ക് കേസ് കൈമാറുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഇരയോടും ആ കുടുംബത്തോടും ആത്മാർത്ഥമായ അനുതാപം ഉണ്ടായിരുന്നെങ്കിൽ ആ കേസ് CBIക്ക് വിടാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മാസം തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വളരെ നടുക്കുന്ന ഒരു സംഭവമാണ്. ഇതുവരെയായിട്ടും പ്രതിയെ ഇവിടെ എത്തിക്കാനുള്ള ഒരു നടപടികളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രതിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള അന്വേഷണം തന്നെയാണ് ആവശ്യമുള്ളത്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കടൽ കടന്നു പോയൊരു പെൺകുട്ടിയുടെ ചേതനയേറ്റ ശരീരമാണ് അച്ഛനമ്മയ്ക്ക് ലഭിച്ചത്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കാത്തിരുന്നതാണ് ആ കുടുംബം. പക്ഷേ എത്തിയത് തങ്ങളുടെ മകളുടെ ചേതനയേറ്റ ശരീരമാണ്. മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ആ പെൺകുട്ടി അനുഭവിച്ചിരിക്കുന്ന വേദന ഒരാൾക്കും സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളുമായിരുന്നു എന്നുള്ളത് ഏതൊരു മനുഷ്യ മനസാക്ഷിയുള്ള ഒരാൾക്കും അത് സഹിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും സാവരി എന്ന് പറയുന്ന ഈ പെൺകുട്ടി നീതി ലഭിക്കട്ടെ. അതിന് നമ്മുടെ സർക്കാരും വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.